ഉമ്മമാരോട് തീരുമാനിക്കടാ മോനെ, 5 വഖത്ത് ഇൻഷാ അല്ലാഹ് നിസ്കരിക്കുമെന്ന് തീരുമാനിക്ക ചെറുപ്പക്കാരാ. എന്റെ പെങ്ങന്മാരോട് പറയുകയാ, എന്റെ സഹോദരിമാരോട് പറയുകയാ, നിസ്കരിക്കാൻ പറ്റുമോ മോളെ? 5 വഖത്ത് നിസ്കരിക്കാൻ പറ്റുമോ മോളെ? അല്ലാഹു തരുന്ന മരണം എങ്ങനെയെന്നറിയോ? ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. നാട്ടുകാരും ബന്ധുക്കളും കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് ഓടി വരുന്ന ദിവസമുണ്ടല്ലോ. താർപ്പ് കെട്ടുന്നു, കസേര നിരത്തുന്നു, വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാകുന്നു, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് ഓടി വരുന്നു. നിന്നെ താങ്ങിയെടുത്തിട്ട് വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി മലർത്തിക്കിടത്തും ചെറുപ്പക്കാരാ. വസ്ത്രങ്ങൾ ഊരി മാറ്റുകയാ, നജസുകൾ നഖത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ എടുത്തു കളയുകയാ, നജസുകൾ കഴുകി വൃത്തിയാക്കി എന്നിട്ട് നിന്നെ ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് കുളിപ്പിക്കുകയാ. നല്ലതുപോലെ കുളിപ്പിക്കും മോനെ, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാ, നിന്നെ ഒന്നുവെടുപ്പിച്ചു, നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി, എന്നിട്ട് വെള്ളത്തുണിക്കകത്ത് നിന്റെ ജനാസയങ്ങ് പൊതിയുകയാണ്. ഒരാള് വന്നു പറയുന്നു, മാറണേ, എല്ലാവരും മാറി നിൽക്കണേ, എല്ലാവരും മാറി നിൽക്കണേ. മാറിക്കഴിയുമ്പോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ വീടിനകത്തേക്ക് കൊണ്ടുവരികയാണ്. 3 കഷ്ടം വെള്ളത്തുണി വിരിച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്നു മലർത്തി കിടത്തുകയാ. എല്ലാരും വന്നടോ, ആർക്കും പരാതിയില്ല, വിളിച്ചില്ല എന്ന് പരാതിയില്ല. എല്ലാരും നിന്റെ വീട്ടിൽ വന്നു. ബന്ധുക്കളും നാട്ടുകാരും കുടുംബക്കാരും മുത്തവല്ലിമാരും ഉസ്താദന്മാരും എല്ലാരും നിന്റെ വീട്ടിൽ വന്നു. വല്ലാത്ത തിരക്കാ, വല്ലാത്ത തിരക്കാ റബ്ബേ. അപ്പോഴാണ് ചോദിക്കുന്നു, പഞ്ഞി എവിടെ? സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി തിരക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞി വെക്കുകയാ. കാണണ്ടവരൊക്കെ കണ്ടോ, കാണണ്ടവരൊക്കെ കണ്ടോ. പടച്ചവനെ, എല്ലാവരും നിന്നെ കാണാ തിരക്കുകൂട്ടി. അപ്പോഴാ പറയുന്നത്, കണ്ടതൊക്കെ മതി പുതിയാറ്. അല്ലാഹുവേ, പുതിയും ചെറുപ്പക്കാരാ, ഉപ്പമാരെ, ഉമ്മമാരെ, ഇതുപോലെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വരികയാണ്. അന്ന് നിസ്കരിച്ചവൻ അല്ല തരുന്ന പ്രതിഫലമാണ്, അല്ല നിസ്കരിച്ചവൻ അല്ല തരുന്ന പ്രതിഫലമാ. നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുമല്ലോ. സ്ഥലമില്ല ഉപ്പമാര്, ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, ഈ നാട് കാണാത്ത ജനമാടാ മോനെ. പള്ളിയും പരിസരവും നിറയുകയാ, പരിസരവും നിറയുകയാണ്. നിനക്കൊന്നും കേറാൻ പോലും സ്ഥലം കിട്ടൂല, നിങ്ങൾക്കാർക്കും സ്ഥലമില്ലടോ. പള്ളി മുഴുവനും നിറയുകയാണ്, പള്ളിയുടെ പരിസരം മുഴുവനും നിറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കാരണമല്ല, പ്രസിഡന്റ് വരുന്നത് കാരണമല്ല, നിങ്ങളുടെ MP വരുന്നത് കാരണമല്ല. പിന്നെ ആര് വരുമെന്നറിയോ? പിന്നെ
ആര് വരുമെന്നറിയോ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. വരും ചെറുപ്പക്കാരാ, ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുമടാ. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും ചെറുപ്പക്കാരാ. ഉമ്മമാരേ, ഇതിനാ ഉമ്മ മരണമെന്ന് പറയുന്നത്, ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ആ സഹാബിയുടെ ജനാസ ഖബറടക്കിയത് മലക്കുകളാ സ്വഹാബ, മലക്കുകളാ സ്വഹാബ എന്ന് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ ഒരുമിച്ച് കൂടിയവരോട് പറഞ്ഞു തരികയാ, സഹോദരാ, നിസ്കാരം നിലനിർത്തിക്കോ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ.